നമ്മുടെ സ്റ്റീമിങ്ങിലെ അടുത്തൊരു സർവീസസ് ആണ് നമ്മുടെ എൻജിൻ റൂം സ്റ്റീമിങ്. എൻജിൻ റൂം സ്റ്റീം ചെയ്യുന്നത് ഫസ്റ്റ് നമ്മുടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വണ്ടികളെല്ലാം നമ്മുടെ സെൻസേഴ്സും കാര്യങ്ങളും ഒക്കെ വരുന്ന വണ്ടി ആയതുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അതുമാത്രമല്ല ഈ സെൻസേഴ്സ് വരുന്ന വണ്ടിക്കകത്ത് നമുക്ക് വാട്ടർ വാഷ് ഒഴിവാക്കിക്കൊണ്ടാണ് ഈ സ്റ്റീം കൊണ്ടുവന്നേക്കുന്നത്. സ്റ്റീമിൽ നമുക്ക് പക്കയായിട്ട് ക്ലീൻ ചെയ്യാനും പറ്റും. അപ്പോൾ സ്റ്റീം ചെയ്യുമ്പോഴായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫസ്റ്റ് നമ്മൾ ഡിഗ്രീസ് ചെയ്യും. എൻജിൻ റൂം ഫുള്ളായിട്ട് നമ്മൾ ഡിഗ്രീസ് ചെയ്തിട്ട് അതിന് ശേഷമാണ് സ്റ്റീം ചെയ്യുന്നത്. ഡിഗ്രീസ് ചെയ്ത് ഒരു ടൈം ഒരു 10 to 30 seconds നമ്മളൊന്ന് ഡിഗ്രീസ് അടിച്ചിട്ട് ആ ഒരു അഴുക്കിനെയും കാര്യങ്ങളെയൊക്കെ ലൂസാക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈം കൊടുക്കുക. അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിഗ്രീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് അളവ് കൂടിപ്പോകരുത്. നമ്മുടെ ഡിഗ്രീസ് അടിക്കുന്നതായാലും ഡിഗ്രീസ് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒരുപാട് അടിക്കാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പെയിൻസും കാര്യങ്ങളും അതിനെയൊക്കെ കംപ്ലൈൻ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പവർ നമ്മുടെ ഡിഗ്രീസറിനുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഡിഗ്രീസർ അടിക്കുമ്പോൾ വളരെ കുറച്ച് മതി. നമ്മൾ സ്റ്റീം ചെയ്യുമ്പോൾ എന്തായാലും അഴുക്കിളകും. അപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ ഇച്ചിരി കൂടെ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. കാരണം ഡിഗ്രീസ് ചെയ്യുമ്പോഴത്തേക്ക് കംപ്ലൈൻറ്റ്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ്. ഫസ്റ്റ് നമുക്ക് ഡിഗ്രീസ് ചെയ്യാം. നമുക്ക് വേണ്ട വിധത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ സ്റ്റീമറിൻ്റെ കൂടെ തന്നെ അതിന് ആവശ്യമുള്ള എക്സ്റ്റൻഷനും അതേപോലെ നോസിൽസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ബ്രഷ് എൻജിൻ റൂമിന് മസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒരു ചെറിയ ബ്രഷ്. കാരണം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഗ്യാപ്പുകളും കാര്യങ്ങളൊക്കെ നമുക്ക് നോസിൽ മാത്രം ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് അഴുക്ക് പോകത്തില്ല. അപ്പോൾ ഈ ബ്രഷ് ചെയ്താണ് നമ്മൾ ഇതിനകത്ത് അഴുക്കളയുന്നത്. അതേപോലെ തന്നെ നമ്മൾ സ്റ്റീം ചെയ്ത് ഒരു ചെറിയ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു ഏരിയ ചെയ്താണ് നമ്മൾ ക്ലിയർ ചെയ്താണ് ഇത് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഡ്രൈ ക്ലോത്ത് നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ക്ലോത്ത് നമ്മൾ മാറ്റി വെക്കുക. ആ ഒരു ക്ലോത്ത് വേണം നമ്മുടെ കയ്യിൽ. അതേപോലെ നമുക്കിപ്പം എത്താതെ വരുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ചെറിയ ചെറിയ ഗ്യാപ്പുകളൊക്കെ നമ്മൾ കൈ കയറാതെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റൻഷൻ ഉണ്ട്. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യുക. നമ്മളിപ്പോൾ സ്റ്റീം യൂസ് ചെയ്യുമ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ ഒരു മീഡിയം ആക്കി ഇടുക. വാട്ടർ മീഡിയം ആക്കിക്കൊണ്ട് സ്റ്റീം ടോപ്പിലിടുക. അതായത് സ്റ്റീം മാക്സിമം എത്തിയിട്ടുണ്ട്. വാട്ടർ ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു അംശം വേണം. എന്നാലേ നമുക്ക് ഇച്ചിരി കൂടെ ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വെള്ളം അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കംപ്ലൈൻ്റ് ആവുമോ, സെൻസർ വിഷയമാവുമോ, അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു ഏരിയ ചെയ്ത് സ്പോട്ടിൽ തന്നെ നമ്മൾ ഇത് വൈപ്പ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല. അപ്പോൾ നമ്മൾ എൻജിൻ റൂം സ്റ്റീം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റീമിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ബ്ലാക്ക് ആയിട്ടുള്ള ഫൈബർ പാർട്സ്, റബ്ബർ പാർട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഡാഷ്ബോർഡ് ടയറൊക്കെ പോളിഷ് ചെയ്യുന്ന കെമിക്കൽ വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് നമ്മൾ ആ ഒരു കെമിക്കൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഷൈനി ആയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ബ്ലാക്കി ആയിട്ടൊക്കെ നിൽക്കും സാധനം. അപ്പോൾ ഒരു കസ്റ്റമർക്ക് ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സംഭവം ചെയ്യുന്നത്. അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആവും. പെയിൻറ്റ് പാർട്സിലൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെയുള്ള പെട്ടെന്ന് എടുത്ത് കാണുന്ന പാർട്സുകളിലൊക്കെ, അതായത് ഫൈബർ ആണെന്നുണ്ടെങ്കിലോ റബ്ബർ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി.
അല്ലാതുള്ള പോർഷൻസിലൊന്നും നമ്മൾ ഇടേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ എൻജിൻ റൂം ചെയ്യുമ്പം അതിപ്പോൾ നമുക്ക് നോർമലി ഒരു വാട്ടർ സർവീസിൻ്റെ കൂടെ നമുക്ക് ഒരു എൻജിൻ റൂം സ്റ്റീമിങ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അണ്ടർ ബോഡി അടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എൻജിൻ റൂം ചെയ്യാവൂ. എൻജിൻ റൂം ചെയ്തതിന് ശേഷം നമ്മൾ അണ്ടർ ബോഡി അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അടിയിലുള്ള ചെളി വീണ്ടും നമ്മുടെ എൻജിൻ റൂമിലേക്ക് കയറും.